ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 21. അധികമൊന്നും പറഞ്ഞിരുന്നില്ല. മീരയ്ക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു എന്നും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സൂയിസൈഡ് ചെയ്തെന്നും മാത്രം പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. കാർത്തിക് പറഞ്ഞു. ചേച്ചിക്ക് കോളേജിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു, വിഷ്ണുവേട്ടൻ. പഠനമെല്ലാം കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഒരല്പം നീരസം ഉണ്ടായി. അച്ഛൻ്റെ കുടുംബത്തിലെ സ്ത്രീകളിൽ പലർക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല. തലമുറകളായി സ്ത്രീകൾ വൈദവ്യദോഷം അനുഭവിച്ചിരുന്നു. ഞങ്ങൾ 2 പെൺകുട്ടികളുണ്ടായപ്പോൾ എൻ്റെ അച്ഛൻ്റെ ടെൻഷൻ അത് മാത്രമായിരുന്നു. എപ്പോഴും അത് പറഞ്ഞ് വിഷമിക്കാറുണ്ട് എന്നൊക്കെ അമ്മ നാട്ടിൽ വരുമ്പോൾ വല്യമ്മയോട് പറയാറുണ്ടത്രേ. പിന്നീട് വല്യമ്മ വല്യച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ 3 പെങ്ങന്മാരുടെ ജീവിതവും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ചേച്ചിക്കും ചേട്ടനും അങ്ങനെയൊരു വിശ്വാസമില്ലായിരുന്നു. അവർ അവരുടെ സ്നേഹബന്ധത്തിൽ ഉറച്ചു നിന്നു. വല്യമ്മയും വല്യച്ഛനും നന്ദേച്ചിയുടെ ഭാഗത്തായിരുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് ഗന്ധർവശാപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വളരെ പ്രായമായവരെ കൊണ്ടാണ് അവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ അന്ധവിശ്വാസത്തിന് ആക്കം കൂട്ടിയത് എന്നൊക്കെയാണ് വല്യമ്മ പറയുന്നത്. ഒടുവിൽ അച്ഛൻ്റെ വീട്ടുകാർ ജാതകപ്പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രം വിവാഹം നടത്താമെന്നായി. അവർ ജാതകം നോക്കി. നല്ല ചേർച്ചയുള്ള ജാതകങ്ങളായിരുന്നു. എല്ലാവരും ചേർന്ന് വിവാഹം നടത്തി. 6 മാസം കഴിഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് കാൽതെറ്റി വീഴുകയായിരുന്നു. അതോടെ ചേച്ചി തളർന്നു. അച്ഛൻ്റെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലായി. വിഷ്ണുവേട്ടൻ്റെ ശരിക്കുള്ള ജാതകമല്ല അവർക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എപ്പോഴും കുറ്റപ്പെടുത്തും. ചേച്ചി കാരണമാണോ വിഷ്ണുവേട്ടൻ മരിച്ചതെന്ന് തോന്നൽ ചേച്ചിയെ വേട്ടയാടാൻ തുടങ്ങി. ഒരു ദിവസം ഒരു മുഴം കയറിൽ ആ വേട്ടയാടലിൽ നിന്ന് ചേച്ചി സ്വയം മുക്തി നേടി. ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ മീരയുടെ ചങ്ക് പിടഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. താൻ കരുതിയതുപോലെ മീരയുടെ കണ്ണുകളിൽ വേദനയുടെ ആഴക്കടൽ തന്നെയായിരുന്നു എന്ന് കാർത്തിക് ചിന്തിച്ചു. മീരയോട് എന്ത് പറയണമെന്നറിയാതെ കാർത്തിക് നിസ്സഹായനായി. ഒരു നിശബ്ദതയ്ക്ക് ശേഷം മീര തുടർന്നു. ചേച്ചിയുടെ മരണം കുടുംബത്തെ ആകെ തളർത്തി. എന്റെ വീട്ടുകാരുടെ കുത്തുവാക്കുകളും ചേച്ചിയുടെ മരണവും ഡിപ്രഷന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയ എനിക്ക് ആ സമയത്തെല്ലാം രഞ്ജിത്തും മീനുവുമായിരുന്നു എൻ്റെ ശക്തി. രഞ്ജിത്തായിരുന്നു എൻ്റെ ജീവിതം നെടുന്തൂൺ എന്ന് പറയാം. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം വല്യച്ഛൻ എൻ്റെ വിവാഹം നടത്തണമെന്ന് ഒരേ വാശി. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദോഷമില്ല എന്ന് വല്യച്ഛൻ തെളിയിക്കണമായിരുന്നു. അങ്ങനെ വല്യച്ഛൻ എനിക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തി, വിനോദ്. വിവാഹ നിശ്ചയം നടത്താനുള്ള തീയതി കുറിക്കാനായി വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു വിനോദിൻ്റെ ആക്സിഡൻറ്റ്. അച്ഛൻ്റെ വീട്ടുകാർക്ക് പഴിക്കാൻ ഒരവസരം കൂടി. അതോടെ വല്യച്ഛൻ തകർന്നു. പിന്നെ കുറേ നാൾ കിടപ്പിലായിരുന്നു. കുറച്ചു നാൾക്ക് മുൻപ് വല്യച്ഛനും പോയി. മീരയും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാർത്തിക് ഉത്കണ്ഠയോടെ ചോദിച്ചു. കാർത്തികിന്റെ ചോദ്യം കേട്ട് മീര പൊട്ടിച്ചിരിച്ചു. മീരയുടെ ചിരി കേട്ട് ലൈബ്രറിയിലെ പലരും മീരയെ നോക്കി. അപ്പൊ രഞ്ജിത്ത് മറ്റൊന്നും പറഞ്ഞില്ലേ? മീര ചോദിച്ചു. ഇല്ല, രഞ്ജിത്ത് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്താണ്? കാർത്തിക് പറഞ്ഞു. വിനോദിന്റെ മരണം എന്നെ ചെറുതായൊന്നുമല്ല ബാധിച്ചത്. അച്ഛൻ്റെ വീട്ടുകാരുടെ പഴികൾ ഞാനും വിശ്വസിക്കാൻ തുടങ്ങി. ഞാനും ചേച്ചിയെ പോലെ ഞാൻ കാരണമാണ് വിനോദ് മരിച്ചത് എന്ന കുറ്റബോധം എന്നെയും വേട്ടയാടി തുടങ്ങി. അതിനുശേഷം ഞാൻ വിവാഹ ജീവിതമേ വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ പേരിൽ ഞാനും രഞ്ജിത്തും ഒരുപാട് വഴക്കുണ്ടാക്കി. അവന് ഇത്തരം അന്ധവിശ്വാസങ്ങളോടൊക്കെ ഭയങ്കര വെറുപ്പാണ്. ഞാനൊരു വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതിൽ വല്യമ്മയും മീനുവും രഞ്ജിത്തും എപ്പോഴും എന്നെ വഴക്കു പറയും. വെറുതെ ഓരോ അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയി ജീവിതം തുളയ്ക്കരുത് എന്ന് പറയും. വല്യമ്മ ഒരു വിവാഹ ആലോചന കൊണ്ടുവരുമ്പോഴും ഞാൻ മുടക്കും. അതിൻ്റെ പേരിൽ ഞാനും രഞ്ജിത്തും കുറച്ചുനാൾ തെറ്റി. ഇനി ഞാൻ വിവാഹം കഴിക്കാതെ അവൻ എന്നോട് മിണ്ടില്ല എന്നൊക്കെയായി. പിന്നെ ജോലിക്കായി അവൻ ദുബായിൽ പോയി. നാട്ടിൽ വരുമ്പോഴും എന്നോട് അങ്ങനെ മിണ്ടില്ല. എനിക്കാണെങ്കിൽ ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള മനക്കരുത്തില്ലായിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് പ്രിയപ്പെട്ടവരുടെ വേർപാട് മാത്രമായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിലെ സ്ത്രീകളുടെ വൈദവ്യദോഷം എനിക്കുണ്ടെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലടോ. അതിൻ്റെ പേരിലാണ് മീര ഇപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്നത്? കാർത്തിക് ചോദിച്ചു. മീര ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് പുസ്തകത്തിന്റെ മേലേക്ക് കിടക്കുന്ന ചെമ്പകപ്പൂക്കളിലേക്ക് മീര നോക്കിയിരുന്നു. ഓരോരുത്തരുടെയും വിധികൾ വ്യത്യസ്തമല്ലേ? അവരുടെ ജീവിതം പോലെയാകുമെന്ന് മീര ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. മീരയ്ക്ക് മാറി ചിന്തിച്ചുകൂടി. ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധപ്രകാരം എനിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. എന്റെയും രഞ്ജിത്തിന്റെയും വിവാഹം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുകയാ. ഓ, കൺഗ്രാറ്റ്സ്. വളരെ സന്തോഷത്തോടെ കാർത്തിക് പറഞ്ഞു. കൺഗ്രാറ്റ്സ് ഒന്നും പറയാനായിട്ടില്ല. ഞാൻ ഒരാളെയും വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല എന്ന് രഞ്ജിത്തിന് അറിയാം. ഞാൻ തനിച്ചായി പോകരുതെന്ന് കരുതിയാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടാവുക. വല്യമ്മയുടെ നിർബന്ധത്തിൽ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു എന്നേ ഉള്ളൂ. അവനെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായി മാത്രമേ കാണാൻ കഴിയൂ. മീരയും രഞ്ജിത്തും കൂടി വിവാഹത്തെ പറ്റിയെടുത്ത തീരുമാനത്തെക്കുറിച്ചും ജോത്സ്യനെ കാണാൻ പോയതിനെക്കുറിച്ചുമെല്ലാം മീര കാർത്തികിനോട് പറഞ്ഞു.
പക്ഷേ എനിക്കൊരിക്കലും രഞ്ജിത്തിന് വിവാഹം കഴിക്കാൻ കഴിയില്ല. അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. എൻ്റെ വേദനകളിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ പ്രിയമിത്രം. അത് മതി. മീരയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു. അപ്പോൾ തൻ്റെ വിവാഹം? കാർത്തിക് ചോദിച്ചു. മീര മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും മീരയുടെ ഫോൺ റിങ് ചെയ്തു. മീര ഫോൺ എടുത്തതും ചേച്ചി ഞാൻ എത്തി, വാ പോകാം, മീനു പറഞ്ഞു. ഹാ ഞാനിതാ വരാം എന്ന് പറഞ്ഞ് മീര ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, മീനു എത്തി, സാറിന് ഞാൻ രാത്രി വിളിക്കാം എന്ന് പറഞ്ഞ് മീര ചെമ്പകപ്പൂക്കൾ എടുത്ത് ബാഗിൽ വെച്ചു. കാർത്തിക് ചെറു പുഞ്ചിരിയോടെ തലയാട്ടി. തിരിഞ്ഞു നടന്ന മീരയെ കാർത്തിക് വിളിച്ചു. മീര. കാർത്തിക്കിന്റെ വിളി കേട്ട് മീര തിരിഞ്ഞു നോക്കി. എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും ഒന്നുമില്ല മീര, പൊക്കോളൂ, ഞാൻ വിളിക്കാം എന്ന് മാത്രം കാർത്തിക് പറഞ്ഞു. കാർത്തിക്കിനോട് ഒന്ന് ചിരിച്ചുകൊണ്ട് മീര പുറത്തേക്ക് പോയി. കാർത്തിക്കും മീരയുടെ പിന്നാലെ പുറത്തേക്കിറങ്ങി. ഒരു ചെമ്പകപ്പൂ താഴെ വീണ് കിടക്കുന്നു. മീരയുടെ മുടിയിൽ നിന്നും വീണതാണെന്ന് കാർത്തിക്കിന് മനസ്സിലായി. കാർത്തിക് അതെടുത്ത് തൻ്റെ ഷർട്ട് പോക്കറ്റിൽ ഭദ്രമായി വെച്ചു. ഈ ഭാഗം ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.